ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇൻവേർണസിലെ ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. അതിനുശേഷം നിങ്ങൾ ആദ്യം കണ്ട ട്രെയിൻ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഈഡൻബ്രുവയിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേ. സോ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത ശേഷം സ്കോട്ട്ലൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ അങ്ങോട്ട് യാത്ര തിരിച്ചു. 2 hours മിച്ചം ഡ്രൈവ് ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട്. ഹുക്വോ എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിനിനെ വിളിക്കുന്നത്. ഹാരി പോട്ടർ ട്രെയിൻ എന്ന് പറഞ്ഞാലേ ചിലർക്ക് അറിയത്തുള്ളായിരിക്കും. ഒരു ചുവപ്പ് നിറത്തിലുള്ള സ്റ്റീം എഞ്ചിൻ ട്രെയിനാണിത്. ഈ ട്രെയിനിൽ ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബട്ട് ഞങ്ങൾ ആ ട്രെയിനിൽ കയറാനല്ല, ആ ട്രെയിൻ പോകുന്നത് കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഗ്ലെൻഫിൻ വയാഡ് എന്ന പ്രസിദ്ധ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. 21 വൃത്താകൃതിയിലുള്ള ആർച്ചുകൾ നിറഞ്ഞ വലിയൊരു പാലമാണിത്. പക്ഷേ ഇത് ലോകശ്രദ്ധ നേടിയത് ഹാരി പോട്ടർ സിനിമയിലൂടെയാണ്. ജേക്കബ് സ്റ്റീം ട്രെയിൻ ഇതിൽ കൂടി കടന്നു പോകുന്ന രംഗം ആ ഫിലിമിലുള്ളതുകൊണ്ടാണ് ഇതിന് ഇത്രയും ശ്രദ്ധ ആർജിച്ചത്. ഇതിൽ മാത്രമല്ല, നിരവധി സിനിമാ സീനുകളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഐക്കോണിക് പാലം മാത്രം കാണാനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെല്ലാം. ബട്ട് ഈ ട്രെയിൻ കാണാൻ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ടൈം ടേബിളിൽ ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം നോക്കി വേണം പോകാൻ. അങ്ങനെ കറക്റ്റ് ടൈം നോക്കി ഇറങ്ങിയതാണെങ്കിലും പോകുന്ന വഴി കുറച്ച് ബ്രേക്ക് എടുക്കാം, ഒരു കോഫി കുടിക്കാം എന്നും കരുതി ഇവിടെ ഇറങ്ങിയതാണ്. സത്യത്തിൽ കോഫി ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇട്ട് ഇങ്ങോട്ടായിരുന്നെങ്കിലും ബട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ വളരെ മനോഹരമായി ഉണ്ടാക്കിയെടുത്ത കനാല് കണ്ടു. അത് കണ്ട് എല്ലാവരും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആരെങ്കിലും ആ ട്രെയിൻ കാണാൻ വേണ്ടി പോകാൻ റെഡിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഈ ഞാൻ പറയുന്നത് ഉപകാരപ്പെടും. ആകെ 4 ടൈമിലാണ് ആ ട്രെയിൻ ആ റൂട്ടിൽ കൂടി പോകുന്നത്. അതിൽ 2 എണ്ണം എക്സ്ട്രാ വരുന്നത് സമ്മറിൽ മാത്രമാണ്. എക്സ്ട്രാ 2 ടൈം വരുന്നത് മെയ് തൊട്ട് സെപ്റ്റംബർ വരെയാണ്. ഞങ്ങൾ പോയത് ഓഗസ്റ്റിലായതുകൊണ്ട് തന്നെ ആഫ്റ്റർനൂൺ 2 എക്സ്ട്രാ ടൈം കൂടി ട്രെയിൻ ഓടുന്നുണ്ടായിരുന്നു. ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ ഈ ട്രെയിനിൻ്റെ സർവീസ് ഉള്ളൂ. വിൻ്ററിൽ ഈ ട്രെയിൻ ഓടുന്നില്ല. ഫസ്റ്റ് ട്രെയിൻ രാവിലെ 10:45-നും, സെക്കൻഡ് ട്രെയിൻ ഉച്ചയ്ക്ക് 1:20-നും, പിന്നീടുള്ള ട്രെയിൻ ടൈം 3:10-നും 6 PM-നുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. കുറച്ച് നേരത്തെ ചെല്ലുന്നതാണ് എപ്പോഴും നല്ലത്. അവിടെ എഴുതിയിരുന്നത് 3:30-നാണ് ട്രെയിൻ എന്നായിരുന്നു. ഞങ്ങൾ 3:20 അവിടെ ചെന്നപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. പിന്നെ ഞങ്ങൾ കോഫി കുടിച്ച് ഇറങ്ങിയപ്പം സമയം കുറച്ചങ്ങ് വൈകി. എന്നാലും എത്തിപ്പെടാമെന്ന് ഓർത്തു. അതിനോടടുത്ത സ്ഥലങ്ങളിലൊക്കെ സ്പീഡ് ലിമിറ്റ് 30 ആയിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾക്ക് പണി കിട്ടിയത്. ആഫ്റ്റർനൂൺ 3:10-ൻ്റെ ട്രെയിൻ കാണാനാണ് ഞങ്ങൾ പോയതെങ്കിലും ചെന്നപ്പോൾ ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാവരും ട്രെയിൻ കണ്ട് തിരിച്ചിറങ്ങി തുടങ്ങി. അവരുടെ കാറും തിരക്കും ഒക്കെ കാരണം ഫസ്റ്റ് ഞങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റിയില്ല. പിന്നെ 5 പൗണ്ടിന് കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ മുകളിലെ ഐക്കോൺ സ്പോട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഇവിടെ എൻട്രി ഫീസ് ഒന്നും വരുന്നില്ല കേട്ടോ. ആകെ ഈ കാറ് പാർക്ക് ചെയ്യാനുള്ള പൈസ മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു വാക്കിംഗ് ട്രെയിലുണ്ട്. 20 മിനിറ്റോളം നടന്ന് അതിൻ്റെ മുകളിൽ ചെന്നാൽ അവിടെ നിന്ന് വയാഡക്റ്റ് മാത്രമല്ല, പിന്നിലുള്ള അതിമനോഹരമായ മലകളും തടാകവും കാണാം. ഈ വയാഡക്റ്റ് കാണുന്നതിലും അതിൻ്റെ വ്യൂ കാണുന്നതിലും ബ്യൂട്ടിഫുൾ ആ ട്രെയിൻ കൂടി വരുന്നത് കാണുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്നവർ കുറച്ച് നേരത്തെ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കി ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ 2 വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒന്ന് ഈസ്റ്റിലോട്ടും മറ്റേത് വെസ്റ്റിലോട്ടും. ഓരോ ടൈമിലും ട്രെയിൻ മാറി മാറിയാവും വരുന്നത്. അതായത് ഫസ്റ്റ് വെസ്റ്റിലേക്ക് പോയ ട്രെയിൻ നെക്സ്റ്റ് ടൈം വരുന്നത് ഈസ്റ്റിലോട്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ട്രെയിൻ ഏത് സൈഡിൽ നിന്നാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിൽക്കുന്നതാണ് ട്രെയിനിൻ്റെ മുൻപിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ നല്ലത്. ഇവിടെ രാവിലെ ഫസ്റ്റ് ട്രെയിൻ വരുന്നത് ഈസ്റ്റ് സൈഡിൽ നിന്നാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്താൽ കാണാൻ പോകുന്നത് ലാസ്റ്റ് ട്രെയിനാണ്. അതായത് 6 PM-ൻ്റെ ട്രെയിൻ. അത് വരിക വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ബട്ട് അതിന് ഇനിയും ഒരുപാട് ടൈം ബാക്കിയുണ്ട്. സോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. കണ്ടിട്ടേ പോകുമെന്ന വാശിയിലായിരുന്നു. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, സോ ഞങ്ങൾ 1.5 മണിക്കൂർ അവിടെയൊക്കെ നടക്കാം എന്ന് കരുതി.
അങ്ങനെ ആ ടൈം ആയപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് എല്ലാവർക്കും മടിയായി. അങ്ങനെ ഞാനും അരുണും മാത്രമേ അതിൻ്റെ മുകളിലേക്ക് നടക്കാൻ. സ്കോട്ട്ലൻഡിൽ മഴയും കാറ്റും എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇരിക്കാൻ. അത്രയ്ക്കും കാറ്റും തണുപ്പും മഴയും സമ്മറിലും കാണുമെന്നും. അങ്ങനെ വെയിറ്റ് ചെയ്ത് 6:15 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എത്തി. അത്രയും നേരം സംസാരിച്ചിരുന്ന എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി. ഈ ട്രെയിൻ വരുന്ന വ്യൂ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ടോം ആരും കയറിപ്പോകാത്ത വഴിയിലൊക്കെ കയറി ചെന്ന് എടുത്തതാണ് കേട്ടോ. സോ എനിക്ക് ട്രെയിൻ വരുന്ന ലോങ് വ്യൂവും കാണാൻ പറ്റി. ആ ട്രെയിൻ എത്ര പോപ്പുലർ ആണെന്ന് അറിയണമെങ്കിൽ അത് വരുന്ന ടൈമിൽ ഇത് കാണാനുള്ള തിരക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയേറെ ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. 4 ടൈമിൽ ഓടുന്ന ഈ ട്രെയിൻ കാണാൻ ദിവസേന 10,000-കണക്കിന് ആളുകളാണ് അവിടെ എത്തുന്നത്. ഹാരി പോട്ടർ ഫിലിമിൽ കാറ് പറന്നു വരുന്നത് ഈ വയാഡക്റ്റിൻ്റെ മുകളിൽ കൂടിയാണെങ്കിലും അതിലെങ്ങാനും അറിയാണ്ട് കയറിയാൽ 1000 പൗണ്ടാണ് കേട്ടോ പിഴ. കൂടാതെ അതിൽ കൂടി ഡ്രോൺ പറത്തിയാലും പിഴയുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഒരു സ്റ്റീം ട്രെയിൻ കാണുന്നത്. അതിൻ്റെ ആ സൗണ്ടും പിന്നെ ആ പുകയും അതിനപ്പുറം അതിന് ഇത്രയ്ക്കും വെടിമരുന്നിൻ്റെ പോലത്തെ മണവും ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇനി ഈ ഫേമസ് ട്രെയിനിൽ യാത്ര ചെയ്യാനും നമുക്ക് പറ്റൂ കേട്ടോ. 69 പൗണ്ടാണ് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത്. സ്റ്റേഷൻ പോയിൻ്റായ മല്ലേക്ക് തൊട്ട് ഡിപ്പാർച്ചർ സ്റ്റേഷനായി വരുന്നത് ഫോർട്ട് വില്യം സ്റ്റേഷനാണ്. ഇനി കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് 39 പൗണ്ടേ ഉള്ളൂ. അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വളരെ നേരത്തെ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കോട്ട്ലൻഡ് ട്രിപ്പിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഐക്കോണിക് സ്പോട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് സ്കോട്ട്ലൻഡ് ഹൈലാൻഡിൽ കൂടി കുറച്ച് ഡ്രൈവൊക്കെ ചെയ്ത് ഇതിനെല്ലാം ശേഷം അങ്ങനെ ഞങ്ങളൊരു സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിച്ചേർന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനി സ്കോട്ട്ലൻഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം.